Welcome back to another brand new lesson on the Family Courts Act from Open School. അപ്പോൾ നിങ്ങളുടെ സിലബസ് അനുസരിച്ച് നമുക്ക് ബേസിക്സ് ഓഫ് ലോസ്, അതിനകത്ത് സ്പെസിഫിക്കലി ആ കോടതിയുടെ ഫങ്ഷനിങ് ഒക്കെ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. ആൻഡ് വി വിൽ ലുക്ക് അറ്റ് വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് ഹൗ ദ ഫാമിലി കോർട്സ് ഫങ്ഷൻ എന്നാണ്. ഓക്കെ, അപ്പൊ ഫാമിലി കോർട്സ് ആക്ട് ഉണ്ട് 1984 ഈ ഒരു ആക്ട് ദിസ് വാസ് എനാക്റ്റഡ് എന്നുള്ളത്. സോ ലെറ്റ്സ് മൂവ് റൈറ്റ് ഓൺ ടു ദ ലെസൺ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ഡിസ്ക്ലെയിമർ ഇവിടെ തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഈ ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ അതായത് ഞാൻ ഈ തയ്യാറാക്കിയിട്ടുള്ള നോട്ട്സ് അല്ലെങ്കിൽ ഈ ഒരു ലെസൺ, ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇസ് സ്ട്രിക്ട്ലി ഫോർ എഡ്യൂക്കേഷണൽ പേർപ്പസസ്. ഇതിന്റെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ കൗൺസിലർ റോളിന് അപ്ലൈ ചെയ്തിട്ടുള്ള ആപ്ലിക്കൻസ് ആണ് ഇതിന്റെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത്. ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം, ഇത് ഒരു കാരണവശാലും ഒരു ലീഗൽ അഡ്വൈസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ലീഗൽ മാറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ തിരയുന്ന കൂട്ടത്തിൽ ഈ ഒരു വീഡിയോ കാണാൻ ഇടയായാൽ ഇതൊരു ലീഗൽ അഡ്വൈസ് ആയിട്ട് കണക്കാക്കരുത്. കാരണം ലീഗൽ അഡ്വൈസ് തരാൻ കഴിയുന്നത് ഓൺലി ഫോർ രജിസ്റ്റേർഡ് ലീഗൽ പ്രാക്ടീഷണേഴ്സ് അല്ലെങ്കിൽ ഒരു വക്കീലിന് മാത്രമാണ് ലീഗൽ അഡ്വൈസ് തരാനായിട്ട് കഴിയുക. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ സ്വന്തം കേസുമായി ബന്ധപ്പെട്ട് ഉള്ള ഡീറ്റെയിൽസ് തിരയുന്നതിനിടയിൽ ഈ ഒരു വീഡിയോ കാണാൻ ഇടയാവുകയാണെങ്കിൽ ഈ വീഡിയോ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. കാരണം ലീഗൽ അഡ്വൈസ് തരണമെങ്കിൽ ലോസ് ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിക്കാണ് അത് തരാനായിട്ട് സാധിക്കുക. അപ്പം അതിന്റെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നേടിയിട്ടുള്ള ആൾക്കാർ വക്കീലന്മാരാണ്. ഓക്കെ, അപ്പൊ അത് പറഞ്ഞുകൊണ്ട് ലെറ്റ്സ് മൂവ് റൈറ്റ് ഓൺ ടു ദ ലെസൺ. 5/2/2023 കണ്ടക്ട് ചെയ്ത ഒരു എക്സാം ഉണ്ട്. അപ്പം ആ ഒരു എക്സാമിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ എടുത്തൊരു 4 ചോദ്യങ്ങൾ എക്സാക്ട്ലി ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 67. ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിന്റെ ആൻസർ കീസും എല്ലാം ഹൈക്കോടതിയുടെ റിക്രൂട്ട്മെന്റ് വെബ്സൈറ്റിൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് തുടക്കത്തിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് എന്ത് തരം ചോദ്യങ്ങള് ഈ ഒരു കോടതിയുടെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാം എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ചോദ്യങ്ങൾ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ലെസണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അതിന്റെ ഒരു കോണ്ടന്റ് എന്തുകൊണ്ട് അത് ആ ഒരു രീതിയിൽ വന്നു എന്നുള്ളതും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും എന്നുള്ളത്. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്. അപ്പൊ ചോദ്യ പേപ്പറിലെ ചോദ്യം നമ്പർ 67 ആണ്. ഓക്കെ, ക്യാൻ എ സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ബൈ എ ചൈൽഡ് ടു എ കൗൺസിലർ ഓഫ് ദ ഫാമിലി കോർട്ട് വിച്ച് ഫോംസ് എ പാർട്ട് ഓഫ് ദ കൗൺസിലേഴ്സ് റിപ്പോർട്ട് be relied on by the family court to decide a child custody matter? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ചോദ്യം ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ. ചോദ്യത്തിൽ ചോദിക്കുന്നത് എന്താണ്? അപ്പോ ഈ ഒരു ഫാമിലി കൗൺസിലറുടെ ജോലിയുടെ ഭാഗമായിട്ട് ഫാമിലി കൗൺസിലറിന് കൗൺസിലിംഗ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് കുട്ടികൾ, ഇവിടെ ഒരു കുട്ടിയുടെ കസ്റ്റഡി മാറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു സിറ്റുവേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഫാമിലി കൗൺസിലർ കൊടുക്കുന്ന ആ ഒരു റിപ്പോർട്ടിൽ റിലൈ ചെയ്യാമോ, ആ ഒരു റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ടിനെ ഒരു അടിസ്ഥാനമാക്കാനായിട്ട് സാധിക്കുമോ ഫാമിലി കോർട്ടിന് ആ ഒരു കുട്ടിയുടെ കസ്റ്റഡി മാറ്ററിന്റെ തീരുമാനത്തിലേക്ക് എത്തുന്നതിന് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അപ്പോ ആ ഒരു ചോദ്യത്തിന് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് കനോട്ട് ബി യൂസ്ഡ്, ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന്. ക്യാൻ ബി യൂസ്ഡ് ആസ് എ വാല്യുബിൾ ഇൻപുട്ട്, ഒരു വാല്യുബിൾ ഇൻപുട്ട് ആയിട്ട് കോടതിക്ക് അതിനെ കണക്കിലെടുക്കാം. അതോ ക്യാൻ ബി ആക്സെപ്റ്റഡ് ഇൻ എവിഡൻസ്. ഓക്കെ, അപ്പൊ ഈ എവിഡൻസ് ആയിട്ട് എന്തൊക്കെയാണ് കോടതിക്ക് സ്വീകരിക്കാനായിട്ട് കഴിയുക എന്നൊക്കെയുള്ളതിന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് എവിഡൻസ് ആക്ട് തന്നെ നമുക്കുണ്ട്. അതനുസരിച്ചാണ് എവിഡൻസ് തീരുമാനിക്കുക. ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നത് ക്യാൻ ബി ആക്സെപ്റ്റഡ് ഇൻ എവിഡൻസ് ആൻഡ് എ വാല്യുബിൾ ഇൻപുട്ട്. അപ്പൊ ഡി എന്ന് പറയുന്നത് ഈ ബിയുടെയും സിയുടെയും ഒരു കോമ്പിനേഷൻ, ഇത് 2 രീതിയിലും അത് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ കീ, ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ വാല്യുബിൾ ഇൻപുട്ട് എന്നുള്ളതാണ്. കോടതിക്ക് അത് ഒരു പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം എന്ന നിലയിൽ ഒരു വാല്യുബിൾ ഇൻപുട്ട് ആയിട്ട് എടുക്കാം എന്നുള്ളത്. നമ്മള് എന്താ പറയണ്ട, ഫാമിലി കോർട്സ് ആക്ടിന്റെ സെക്ഷൻ 14 നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ അതിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, ഫാമിലി കോർട്സ് ആർ നോട്ട് ബൗണ്ട് ബൈ strict rules of evidence under the Indian Evidence Act
1872. അപ്പൊ ഫാമിലി കോർട്സ് ആ ഒരു എവിഡൻസ് ആക്ടില് 100% ബൗണ്ട് അല്ല, കോടതിക്ക് തീരുമാനിക്കാം എന്നുള്ള ഒരു പോയിന്റ് അവിടെ പറയുന്നു. അപ്പോ ഈ കൗൺസിലറുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് കോടതിക്ക് അത് ഒരു വാല്യുബിൾ ഇൻപുട്ട് ആയിട്ട് കോടതിക്ക് എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ, കുട്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ്സ്, ഇതൊക്കെ കൗൺസിലർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അത് നിർബന്ധമായും ഒരു എവിഡൻസ് ആയിട്ട് സ്വീകരിക്കണം എന്ന് നിയമമില്ല എന്നുള്ളതാണ്. അപ്പൊ കോടതിക്ക് അവിടെ തീരുമാനം എടുക്കാം. അപ്പൊ ഇവിടെ ഒരു സംഗതി നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാല് എന്താ പറയണ്ടേ, ഗാർഡിയൻസ് ആൻഡ് വാർഡ്സ് ആക്ടിന്റെ സെക്ഷൻ 17 നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ എന്താ, ആ ഒരു കുട്ടിയുടെ വെൽഫെയറിനാണ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ട് കോടതിക്ക് അതൊരു ഇൻപുട്ട് ആയിട്ട് സ്വീകരിക്കാം എന്നുള്ളതാണ് അതിന്റെ ആൻസർ. അപ്പൊ ഇതേ രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇനിയും വരാം. ഇത് കോടതിയുടെ ഒരു നടപടിക്രമം എന്ന നിലയിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ചോദ്യത്തിനെ കാണാവുന്നതാണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 68 ആണ്. സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെയാണ്. Can a statement made by a party to a counselor of the family court? അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ മേഡ് ബൈ എ ചൈൽഡ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇവിടെ മേഡ് ബൈ എ പാർട്ടി ടു ദ കൗൺസിലർ ഓഫ് എ ഫാമിലി കോർട്ട് വിച്ച് ഫോംസ് എ പാർട്ട് ഓഫ് ദ കൗൺസിലേഴ്സ് റിപ്പോർട്ട് ബി റിലൈഡ് ഓൺ ദ ഫാമിലി കോർട്ട് ടു ഡിസൈഡ് എ കേസ്. അപ്പൊ ഇവിടെ സ്പെസിഫിക്കലി കുട്ടിയുടെ കസ്റ്റഡി മാറ്റർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ കസ്റ്റഡി മാറ്റർ എന്ന് പറയുന്നില്ല. ഫാമിലി കോർട്ടിൽ പോകുന്ന തരത്തിലുള്ള കേസസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അല്പസമയത്തിനകം ഡിസ്കസ് ചെയ്യും. അപ്പോ ഒരു പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് രണ്ട് കക്ഷികൾ മിക്കവാറും ആ ഒരു എന്താ പറയണ്ടേ കേസിൽ ഉണ്ടാവുമല്ലോ. ഒരു കക്ഷി ഉണ്ടാവും, ഒരു എതിർ കക്ഷി ഉണ്ടാവും, അല്ലെ? അപ്പോ ഫാമിലി കോർട്ടിൽ മിക്കവാറും പോകുന്നത് ഹസ്ബൻഡും വൈഫിന്റെയും കേസ് എന്നുള്ള ആ ഒരു നിലയിൽ അവർ തങ്ങളിലുള്ള എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട്, അതിനകത്ത് കുട്ടിയുടെ കസ്റ്റഡി ഒക്കെ വരാവുന്ന സിറ്റുവേഷൻസ് ആണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ടി കൗൺസിലിങ്ങിന് പോയി ആ ഒരു കൗൺസിലർക്ക് കൊടുത്തിരിക്കുന്ന ആ മൊഴികൾ അല്ലെങ്കിൽ അവര് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ്, ഒരു മൊഴി എന്നല്ല, അവരവിടെ പറഞ്ഞിരിക്കുന്ന സംഗതികൾ, അത് ഫാമിലി കൗൺസിലറിന്റെ ആ ഒരു കൗൺസിലറുടെ റിപ്പോർട്ടിന്റെ ഭാഗമാക്കുക. റിപ്പോർട്ടിൽ അത് നിർബന്ധമായി ഉൾക്കൊള്ളിക്കണം എന്നുള്ളതാണ്. അപ്പം അതിനകത്ത് ഡിപ്പെൻഡ് ചെയ്യാമോ കോടതിക്ക് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിന്റെ ആൻസർ വളരെ കൃത്യമാണ്. ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ക്യാൻ നോട്ട് ബി യൂസ്ഡ് എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ ഫാമിലി കോർട്സ് ആക്ടിന്റെ ആ ഒരു സെക്ഷൻ 14 നോക്കുവാണെന്നുണ്ടെങ്കിൽ ഫാമിലി കോർട്സിന് ഒരു വളരെ വലിയ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എവിഡൻസ് സ്വീകരിക്കുന്നതിനാണ്. പക്ഷേ ഈ ഫാമിലി കൗൺസിലർക്ക് ഒരു വ്യക്തി കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കോടതി അത് ഉപയോഗിക്കില്ല എന്നുള്ളതാണ്. കാരണം ഈ ഫാമിലി കൗൺസിലർക്ക് ഓരോ പാർട്ടീസ് കൊടുക്കുന്ന ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കൺസിഡർഡ് ടു ബി ഹൈലി കോൺഫിഡൻഷ്യൽ. ആ ഒരു കാരണം കാണിച്ചാണ് അത് എന്താ പറയേണ്ടത്, ഒരു കേസ് നിർണയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡയറക്റ്റ് എവിഡൻസ് ആയിട്ട് അത് ഉപയോഗിക്കാത്തത്. ആൻഡ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 എവിഡൻസ് ആക്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഒരു ലിമിറ്റേഷൻ വരുന്നുണ്ട് ടു ദി അഡ്മിസിബിലിറ്റി ഓഫ് പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇത് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് ഈ ഒരു പാർട്ടി ഗിവിംഗ് ദ സ്റ്റേറ്റ്മെന്റ് ടു ദ കൗൺസിലർ എന്നുള്ളത് ഒരു പ്രിവിലേജ്ഡ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ഉപയോഗിക്കില്ല എന്നുള്ളത്. സോ ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് എന്ന് തന്നെയാണ് അതിന്റെ എക്സാക്ട് വേർഡ്. ഓക്കെ, റൈറ്റ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. നമ്പർ 69 ഓഫ് ദ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ. Can family court on the suggestion made by a counselor refer one of the parties to psychiatric evaluation? അപ്പോ ഇതാണ് അടുത്ത ചോദ്യം. ഇതും കോടതിയുടെ നടപടിക്രമത്തിൽ വരുന്ന ഒരു ചോദ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഒരു ഫാമിലി കോർട്ടിന് ഒരു കൗൺസിലർ കൊടുക്കുന്ന ഒരു സജഷൻ പ്രകാരം കൗൺസിലർ മുന്നോട്ടൊരു സജഷൻ വെക്കുകയാണ്, ഈ ഒരു വ്യക്തി ഒരു സൈക്കാട്രിക് ഇവാലുവേഷന് വിധേയമാകണം എന്ന്. അപ്പോ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ആ കോടതിക്ക് അത് അനുവദിക്കാനോ അല്ലെങ്കിൽ അത് വേണം എന്ന് പറയാനോ ഉള്ള എന്താണ് അതിന്റെ സിറ്റുവേഷൻ എന്നുള്ളതാണ്. ഓപ്ഷൻ എ, യെസ് ദ ഫാമിലി കോർട്ട് ക്യാൻ റെഫർ. ഓപ്ഷൻ ബി, നോ ഇറ്റ് ഇസ് ആൻ ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. Option C, can refer both parties together. Option D, no such suggestion can be made by the council. Well, ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്.
കൗൺസിലർക്ക് സജഷൻ കൊടുക്കാം ആൻഡ് കോടതിക്ക് തീരുമാനിക്കാം ആ ഒരു വ്യക്തിയെ സൈക്കാട്രിക് ഇവാലുവേഷന് വിധേയമാക്കണോ വേണ്ടയോ എന്നാണ്. അപ്പോ അഗൈൻ ഫാമിലി കോഡ്സ് ആക്ട് 1984 സെക്ഷൻ 12 പ്രകാരം ഫാമിലി കോഡ്സിന് അധികാരമുണ്ട് ടു സീക്ക് അസിസ്റ്റൻസ് ഫ്രം മെഡിക്കൽ ആൻഡ് വെൽഫെയർ എക്സ്പേർട്സ്. അപ്പൊ അതിനകത്ത് സൈക്കാട്രിസ്റ്റും പെടും ഒരു ഇവാലുവേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ബേസിൽ ഫാമിലി കോഡ്സിന് റെഫർ ചെയ്യാം. പക്ഷെ റെഫർ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കോടതിക്ക് അത് ബോധ്യമാവുകയാണ് അതിന്റെ ഒരു ആവശ്യകത ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ആ ഒരു കേസ് ഒരു പക്ഷേ കസ്റ്റഡി ആകാം, അല്ലെങ്കിൽ ഡിവോഴ്സ് ആകാം, അല്ലെങ്കിൽ ഗാർഡിയൻഷിപ്പ് ആകാം. അപ്പൊ അതൊക്കെ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തിയുടെ മെന്റൽ ഹെൽത്ത് കൺസേൺ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് സ്റ്റേബിൾ ആണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് എന്താ പറയേണ്ട ഒരു സൈക്കാട്രിക് ഇവാലുവേഷന് ഓർഡർ കൊടുക്കാം. ബട്ട് ദിസ് വുഡ് സ്പെസിഫിക്കലി ബി ഡിസൈഡഡ് ബൈ ദ കോർട്ട്. ചെയ്യാം എന്നുള്ളത് തന്നെയാണ് അതിന്റെ ആൻസർ. ഓക്കെ, വീണ്ടും സെയിം ചോദ്യ പേപ്പറിലെ 70th ക്വസ്റ്റ്യൻ ആണിത്. ഈ ഒരു ചോദ്യത്തില് ക്യാൻ എ മെഡിക്കൽ എക്സ്പേർട്ട് who was appointed by the family court to evaluate the parties be examined as a witness in the case? അപ്പൊ ഇവിടെ ഒരു മെഡിക്കൽ എക്സ്പേർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സൈക്കാട്രിസ്റ്റ് ആകാം, ഒരു ഡോക്ടർ, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മെഡിക്കൽ എക്സ്പേർട്ട്. അപ്പൊ ഏത് മെഡിക്കൽ എക്സ്പേർട്ട് എന്നുള്ള നമ്മൾ നോക്കുന്നില്ല, അതിന് വേറെ തന്നെ ഒരു ഡെഫിനിഷൻ ഉണ്ടാകും. അപ്പോൾ ഒരു മെഡിക്കൽ എക്സ്പേർട്ട്, ഫാമിലി കോർട്ട് തന്നെ അപ്പോയിന്റ് ചെയ്ത ഒരു മെഡിക്കൽ എക്സ്പേർട്ട്, ആ ഒരു എക്സ്പേർട്ട് ആ പാർട്ടീസിന്റെ ഇവാലുവേഷൻ നടത്തി. അപ്പം ആ എക്സ്പേർട്ടിനെ ഒരു വിറ്റ്നസ് ആയി കോടതിക്ക് കാണാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ആൻഡ് ദ ആൻസർ ഇസ് യെസ്, ക്യാൻ ബി എക്സാമിൻഡ് എന്നുള്ളത്. ഓക്കെ, അപ്പോ ഇവിടെ എങ്ങനെയാണ്, വീണ്ടും ഞാൻ കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഫാമിലി കോഡ്സ് ആക്ട് 1984 സെക്ഷൻ 14 പ്രകാരം ഫാമിലി കോഡ്സിന് ദേ ക്യാൻ കോൾ അപ്പോൺ എക്സ്പേർട്ട് വിറ്റ്നസസ്. ആൻഡ് എക്സ്പേർട്ട് വിറ്റ്നസസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് മെഡിക്കൽ പ്രൊഫഷണൽസും ഉൾപ്പെടും എന്നുള്ളത്. ഇത് പ്രത്യേകിച്ചും അവർ എന്താ പറയേണ്ടത്, കസ്റ്റഡി കേസസ് വരുന്നത്, മെന്റൽ ഹെൽത്ത് ഡിസ്പ്യൂട്ട്സ് ഉള്ള കേസസ്, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് ഉൾപ്പെടുന്ന കേസസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്താ പറയേണ്ടത്, ഈ ഒരു എക്സ്പേർട്ട് ടെസ്റ്റിമണി കോടതിക്ക് ഉപയോഗിക്കാം ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പം നമ്മൾ ഈ ഒരു 4 ചോദ്യങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്തപ്പോഴത്തേക്ക് തന്നെ നമുക്ക് മനസ്സിലായല്ലോ ഏതൊക്കെ തരം ചോദ്യങ്ങളാണ് വരുന്നത്. ആൻഡ് ഈ ഒരു കോടതിയുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ടതും തന്നെയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ 4 ചോദ്യങ്ങൾ തന്നെ ഏകദേശം ഇതിനെ റിലേറ്റ് ചെയ്ത് ആ ഒരു ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി വരുന്നതിനകത്തും നമുക്ക് ഇതേ തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ലെറ്റ് us look at what we have according to the. ഓക്കെ, അപ്പോ നമ്മൾ സ്പെസിഫിക്കലി ഇവിടെ നോക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫങ്ഷനിങ് ഓഫ് ഫാമിലി കോഡ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ ഫാമിലി കോഡ്സ് എങ്ങനെയാണ് അത് സംഘടിപ്പിക്കുന്നത് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ആൻഡ് എങ്ങനെ ഫാമിലി കോഡ്സ് ഫങ്ഷൻ ചെയ്യുന്നു എന്നാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദി എസ്റ്റാബ്ലിഷ്മെന്റ്, ദി ജുറിസ്ഡിക്ഷൻ ആൻഡ് ഫങ്ഷനിങ് ഓഫ് ഫാമിലി കോഡ്സ്. ആൻഡ് ഇതിനകത്ത് നമ്മൾ കവർ ചെയ്യുന്ന കീ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഫാമിലി കോഡ്സ് എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത്, ആൻഡ് ഫാമിലി കോഡ്സിന്റെ ഫങ്ഷനിങ്ങും പ്രൊസീജിയേഴ്സും, ആൻഡ് എന്താണ് പ്രിൻസിപ്പൽ കൗൺസിലേഴ്സിന്റെ റോൾ, ആൻഡ് എങ്ങനെയൊക്കെയാണ് അപ്പീൽസും തീരുമാനങ്ങളും എൻഫോഴ്സ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. Let's move on and discuss more about the Family Codes Act, which was constituted in 1984. അപ്പോ ഈ ഫാമിലി കോഡ് ആക്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ആക്ട് നിലവിൽ വന്നത്. ആൻഡ് ദാറ്റ് ഇസ് ടു പ്രൊവൈഡ് എ സ്പെഷ്യലൈസ്ഡ് ജുഡീഷ്യൽ മെക്കാനിസം. എന്തിനു വേണ്ടിയിട്ടാണ്? ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ട്സ് റിസോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ജുഡീഷ്യൽ മെക്കാനിസം എന്ന നിലയിലാണ് ഈ ഫാമിലി കോഡ്സ് ആക്ട് നിലവിൽ വന്നത്. ആൻഡ് ഇത് കുറെ കൂടെ ഒരു അതിന്റെ ഒരു സ്കോപ്പിന്റെ ഒരു രീതി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കോടതികൾ പ്രത്യേകിച്ചും പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു കൺസിലിയേഷൻ ആൻഡ് സെറ്റിൽമെന്റ് മെക്കാനിസം ആണ് ഇവിടെ എടുക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? വളരെയധികം നാൾ നീണ്ടു നിൽക്കുന്ന ഒരു ലിറ്റിഗേഷൻ ഒഴിവാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു കൺസിലിയേറ്ററി ആൻഡ് ഒരു എന്താ പറയേണ്ടത് ഒരു 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 എക്സ്പെഡിഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതിന് വേണ്ടി.
സ്പെസിഫിക് ആയിട്ട് ഈ കോടതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന കേസസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ വിൽ ബി റിലേറ്റഡ് ടു മാരേജ്. ഇപ്പൊ മാരേജ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡിവോഴ്സ് റിലേറ്റഡ് വരാം, ജുഡീഷ്യൽ സെപ്പറേഷൻ വരാം, ആൻഡ് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ്, ഇതൊക്കെ ഇതിനകത്ത് കവർ ചെയ്യും എന്നുള്ളത്. ഇനി അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈൽഡ് കസ്റ്റഡി ആൻഡ് ഗാർഡിയൻഷിപ്പിനെ റിലേറ്റ് ചെയ്ത് ഇതിനകത്ത് ഉള്ള കേസസ് വരും. ആൻഡ് മെയിൻ്റനൻസ് ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട്, അപ്പൊ ഫാമിലി ഡിസ്പ്യൂട്ട്സിൽ വരുന്ന ഫിനാൻഷ്യൽ സപ്പോർട്ടും മെയിൻ്റനൻസും ഈ കോടതിയുടെ പരിധിയിൽ വരും. ആൻഡ് പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട്സ് ഇൻ മാട്രിമോണിയൽ റിലേഷൻഷിപ്സ്. അപ്പൊ അതിന് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് മുന്നോട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഫാമിലി കോഡ്സ് പ്രധാനമായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു റീകൺസിലിയേഷൻ ആൻഡ് സെറ്റിൽമെന്റ് ആണ്. റീകൺസിലിയേഷൻ എന്ന് പറയുമ്പോൾ നോക്ക്, ഇത് ഒരു 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 ഫാമിലി, ഒരു ബന്ധമല്ലേ അവിടെ ഉള്ളത്. അപ്പൊ അതിനെ എങ്ങനെയെങ്കിലും അവരുടെ തർക്കങ്ങൾ പരിഹരിച്ച് കൂട്ടിയോജിപ്പിക്കാൻ പറ്റും, അതാണ് റീകൺസിലിയേഷൻ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ സിവിൽ കോടതിയിലൊക്കെ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ലെസ് ഫോമൽ അപ്രോച്ച് ആണ് അവിടെ വരുന്നത്. ഇവിടെ നമ്മൾ എന്താ പറയുക, ഇവിടെ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ മീഡിയേഷൻ, കൗൺസിലിംഗ് ആൻഡ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ഒക്കെയാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു സംഗതിയിലേക്ക് വരുന്നത്. ബട്ട് സിവിൽ കോടതിയുടെ അപ്രോച്ച് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ ഒന്ന് ഡിഫറെന്റ് ആയിട്ട് പോകുന്നു എന്നുള്ളത്, കുറെ കൂടെ അധികം ഫോമൽ. ആൻഡ് ഇത് കുറച്ചും കൂടെ ഇത് അൺഫോമൽ എന്ന് നമുക്ക് പറയാം, ഇല്ല ഇൻഫോമൽ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, കുറച്ചും കൂടെ ലെസ് ഫോമൽ എന്ന് പറഞ്ഞാല് കുറെ കൂടെ രണ്ട് പാർട്ടിയെയും എങ്ങനെയെങ്കിലും അവരെ ഒന്നിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തി മുമ്പോട്ട് പോവുക എന്നുള്ള ഒരു ഉദ്ദേശം ഇവിടെ കോടതിക്ക് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോ നമ്മൾ എങ്ങനെയാണ് ഇനി അടുത്തത് നമുക്ക് ഫാമിലി കോഡ്സ് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് ഫാമിലി കോഡ്സ് ഫങ്ഷൻ ചെയ്യുന്നത്, ആൻഡ് പ്രിൻസിപ്പൽ കൗൺസിലേഴ്സിന്റെ റോൾ എന്താണ് ഫാമിലി കോഡിൽ എന്നുള്ളതും കൂടെ നമുക്കൊന്ന് ക്വിക്ക് ആയിട്ട് നോക്കാം. സോ ഹിയർ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫാമിലി കോഡ്സ്, എങ്ങനെ ഫാമിലി കോഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തു വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അപ്പം ഇത് ഈ ഒരു ആക്ടിന്റെ സെക്ഷൻ 3 സ്പെസിഫിക് ആയിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദിയർ റെസ്പെക്റ്റീവ് ഹൈക്കോർട്സ്, അപ്പൊ ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റും അതാത് സ്റ്റേറ്റിലെ ഹൈക്കോടതികൾക്കുമാണ് ഈ ഫാമിലി കോഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളത്. അപ്പോൾ ഒരു ജോയിന്റ് റെസ്പോൺസിബിലിറ്റി ആണ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ് ആൻഡ് ദ ഹൈക്കോർട്സ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റേറ്റ്. ഇത് ഈ രണ്ട് എസ്റ്റാബ്ലിഷ്മെന്റ്സും കൂടെ ചേർന്നിട്ടാണ്, അല്ലെങ്കിൽ ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും കൂടെ ചേർന്നിട്ടാണ് ഫാമിലി കോഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് അക്കോർഡിംഗ് ടു സെക്ഷൻ 3 ഓഫ് ദ ഫാമിലി കോഡ്സ് ആക്ട് 1984. അപ്പോ ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കാര്യം മാൻഡേറ്ററി ആയിട്ട് അത് ഈ പറയുന്നത്, ഫാമിലി കോഡ്സ് ഷുഡ് ബി സെറ്റ് അപ്പ് ഇൻ എവറി സിറ്റി ഓർ ടൗൺ വിത്ത് എ പോപ്പുലേഷൻ എക്സീഡിംഗ് 1 million. 1 million കൂടുതലാണ് ആ ഒരു സിറ്റിയുടെയോ ടൗണിന്റെയോ പോപ്പുലേഷൻ എങ്കിൽ അവിടെ ഒരു ഫാമിലി കോഡ് ഉണ്ടാകണം എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ട് പറയുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു തീരുമാനത്തിലേക്ക് എത്താം, ഫാമിലി കോടതികള് മറ്റ് ഏരിയാസിലും വേണോ. ഈ ആദ്യം പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിട്ട് 1 million കടന്നു കഴിഞ്ഞാൽ ആ ഒരു ടൗണിൽ അല്ലെങ്കിൽ സിറ്റിയിൽ അത് വേണം. പക്ഷെ സ്റ്റേറ്റ് ഗവൺമെന്റിന് തീരുമാനിക്കാം അത്രയും പോപ്പുലേഷൻ ഇല്ലാത്ത ഒരു സ്ഥലത്തും ഒരു ഫാമിലി കോഡ് വേണമോ എന്നോ ഉള്ളത്. അപ്പോ ഇതിന്റെ ലോക്കൽ ജുറിസ്ഡിക്ഷന്റെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ, ഓരോ ഫാമിലി കോഡ് ഓർ റാദർ ഈച്ച് ഫാമിലി കോഡ് ഇസ് ലോക്കൽ ജുറിസ്ഡിക്ഷൻ ഓഫ് ഈച്ച് ഫാമിലി കോഡ്. ഓരോ ഫാമിലി കോഡിന്റെയും ജുറിസ്ഡിക്ഷൻ എന്താണ് എന്നുള്ളത് ഇസ് നോട്ടിഫൈഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റിന് അത് നോട്ടിഫൈ ചെയ്യാം എന്താണ് നിങ്ങളുടെ ജുറിസ്ഡിക്ഷൻ എന്നുള്ളത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം സ്റ്റേറ്റ് ഗവൺമെന്റിന് അത് മോഡിഫൈ ചെയ്യാനും സാധിക്കും എന്നാണ്. സോ അത്രയാണ് അതിന്റെ ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഈ പ്രിൻസിപ്പൽ കൗൺസിലറിന്റെ പോസ്റ്റിന്റെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോ യു വിൽ എനിവേസ് ബി ക്യൂരിയസ് ടു നോ എങ്ങനെയാണ് ഇവിടെ ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അത് സെക്ഷൻ 4 പറയുന്ന സംഗതിയാണ്. ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് വിത്ത് ദ കൺകറൻസ് ഓഫ് ദ ഹൈക്കോർട്ട് അപ്പോയിന്റ്സ് ഫാമിലി കോഡ്സ് ജഡ്ജസ്. അപ്പൊ ഇവിടെ ആ സ്റ്റേറ്റ് ഗവൺമെന്റിന് പ്രപ്പോസ് ചെയ്യാം, പക്ഷേ ഹൈക്കോടതി അതിനെ കൺകർ ചെയ്യണം. അങ്ങനെ ആണ് ആ ഒരു ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റ് വരുന്നത്. അപ്പൊ സ്പെസിഫിക്കലി ആ ഒരു എലിജിബിലിറ്റി ഇൻ ജനറൽ നിയമപ്രകാരം നോക്കേണ്ടിയെന്ന് പറഞ്ഞാല് എന്താ പറയേണ്ടത്, ഫാമിലി കോഡ്സ് ജഡ്ജ് ആകാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തി
should have held a judicial office for at least 7 years. ഒരു ജുഡീഷ്യൽ ഓഫീസ് ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ should have worked as a judge for at least 7 years. മറ്റൊരു ക്വാളിഫൈയിങ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് have been an advocate in high court for at least 7 years. ഇത് കൂടാതെ ഹൈക്കോർട്ടിൽ ഒരു ജഡ്ജായിട്ട് അഡ്വക്കേറ്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാകണം 7 വർഷം എങ്കിലും. ആൻഡ് possess other qualifications as prescribed by the central government. സെൻട്രൽ ഗവൺമെന്റ് ആണല്ലോ ഈ ആക്ടുകൾ നിലവിൽ കൊണ്ടുവരുന്നത്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഫ്രം ടൈം ടു ടൈം മറ്റെന്തെങ്കിലും ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടെ കണക്കിലെടുക്കണം. അപ്പൊ ജസ്റ്റ് ആ ഒരു ബേസ് ഓവർവ്യൂ മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ആൻഡ് ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, വിമൻ ജഡ്ജസിനാണ് ഇവിടെ ഈ ഒരു പൊസിഷനിലേക്ക് പ്രിഫറൻസ് കൊടുക്കുക. അത് കുറെ കൂടെ എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഫാമിലി മാറ്റേഴ്സിൽ എടുക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി മനഃപൂർവ്വം എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് എന്നുള്ള. അപ്പൊ ഇവിടെ പ്രിഫറൻസ് കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എ വുമൻ ജഡ്ജ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ പോസ്റ്റ് ദേ ക്യാൻ കൺസിഡർ an alternative. ഓക്കെ, ഇനി സോഷ്യൽ വെൽഫെയർ ഏജൻസി എങ്ങനെയാണ് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്? ഇത് സെക്ഷൻ 5 ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോ the state government may associate family courts with ഒന്ന് സോഷ്യൽ വെൽഫെയർ ഓർഗനൈസേഷൻസുമായിട്ട് ബന്ധപ്പെടുത്താം, കൗൺസിലേഴ്സ് ആൻഡ് ഫാമിലി വെൽഫെയർ പ്രൊഫഷണൽസുമായിട്ട് ഫാമിലി കോർട്സിനെ അസോസിയേറ്റ് ചെയ്യാം, ആൻഡ് മെഡിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ എക്സ്പേർട്സുമായിട്ടും ഫാമിലി കോർട്സിനെ ലിങ്ക് ചെയ്യാം അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യാം എന്നുള്ള. അപ്പൊ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം, ഇതിന്റെ ഉദ്ദേശം അതായത് ഈ സോഷ്യൽ വെൽഫെയർ ഓർഗനൈസേഷൻസ് ആയിരുന്നാലും ഈ കൗൺസിലേഴ്സ് ആൻഡ് ഫാമിലി വെൽഫെയർ പ്രൊഫഷണൽസ് ആയിരുന്നാലും മെഡിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ എക്സ്പേർട്സ് ആയിരുന്നാലും അവർക്ക് നിയമപരമായ ഒരു കാര്യത്തിലോ അല്ലെങ്കിൽ ജഡ്ജിന്റെ പ്രവർത്തനത്തിലോ ഇടപെടാനായിട്ട് സാധിക്കില്ല. പക്ഷെ ഫാമിലി കോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു 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 ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു നോൺ അഡ്വേഴ്സറിയൽ മാനറിലാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്. അതായത് ജഡ്ജിനെ അസിസ്റ്റ് ചെയ്യുക ഒത്തിരി അധികം കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് ഇതിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അടുത്ത ഒന്ന് നമ്മൾ നോക്കേണ്ട സെക്ഷൻ 6 പറയുന്നത് ഇസ് അബൌട്ട് ദി അപ്പോയിന്റ്മെന്റ് ഓഫ് കൗൺസിലേഴ്സ്. അപ്പൊ ഫാമിലി കോടതിയിൽ കൗൺസിലേഴ്സ് ഉണ്ടാകണം എന്നുള്ളത്. ഇവിടെയും സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഈ കൗൺസിലേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ബട്ട് ദാറ്റ് ഇസ് ഡൺ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ഹൈക്കോർട്ട്. നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ ഈ പ്രിൻസിപ്പൽ കൗൺസിലേഴ്സിന്റെ പൊസിഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു റിക്രൂട്ട്മെന്റ് നടത്താൻ പോകുന്നത് ഹൈക്കോടതി തന്നെയാണ്. ഹൈക്കോടതിയുടെ റിക്രൂട്ട്മെന്റ് ടീമാണ് ഇതിന്റെ ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നതും എക്സാം നടത്തുന്നതും ഒക്കെ. പക്ഷെ അപ്പോയിന്റ്മെന്റ് വരുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോ കൗൺസിലേഴ്സ് പ്രധാനമായിട്ട് എന്താണ് ശരിക്കും ഇവിടെ ചെയ്യുന്നത്? ദേ അസിസ്റ്റ് ദ കോർട്ട്. എങ്ങനെയൊക്കെയാണ്? മീഡിയേഷൻ സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നു ആൻഡ് സെറ്റിൽമെന്റിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നു ഒരു മീഡിയേറ്റർ എന്ന നിലയിൽ. സോ ദേ കണ്ടക്ട് മീഡിയേഷൻ സെഷൻസ് ആൻഡ് ഹെൽപ്പ് ഇൻ അമിക്കബിൾ സെറ്റിൽമെന്റ്സ് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും ഈ ഒരു കൗൺസിലേഴ്സ് ചെയ്യേണ്ടിയ ഒരു 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 പ്രവൃത്തി ഈ ഹൈക്കോടതി ഫാമിലി കോർട്സിനെ സംബന്ധിച്ചിടത്തോളം. ഇനി നമുക്ക് എന്താണ് ഈ ഫാമിലി കോർട്സിന്റെ ജുറിസ്ഡിക്ഷൻ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോ സെക്ഷൻ 7 പറഞ്ഞേക്കുന്നത് എന്തൊക്കെ ടൈപ്സ് ഓഫ് കേസസ് ആണ് ഫാമിലി കോർട്സിന് ഹാൻഡിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫാമിലി കോർട്സ് ഹാൻഡിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫാമിലി കോർട്സിലേക്ക് റെഫർ ചെയ്യേണ്ടത് ഏത് തരം കേസസ് ആണ് എന്നുള്ളത്. മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ട്സ് ഫാമിലി കോർട്ടിൽ പോകണം. അപ്പോ അതൊരു ഡിവോഴ്സ് ആകാം, ആ ഒരു മാരേജിന്റെ നള്ളിഫിക്കേഷൻ ആകാം, ഒരു ജുഡീഷ്യൽ സെപ്പറേഷൻ ആകാം, ഇനി അതല്ലെങ്കിൽ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ആ ഒരു മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ട്സ് അനുസരിച്ച് എന്താ പറയേണ്ടത് ഫാമിലി കോർട്ടിലേക്ക് പോകാം എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെയാണ് ഈ ഡിവോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഒരു മാരിഡ് കപ്പിൾ അവര് എന്താ പറയേണ്ടത് ലീഗലി അവരുടെ ആ ഒരു വിവാഹ ബന്ധം എൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ വേർപെടുത്താനായിട്ട് തീരുമാനിക്കുന്നതാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നള്ളിറ്റി ഓഫ് മാരേജ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണത്? നള്ളിറ്റി ഓഫ് മാരേജ് അല്ലെങ്കിൽ അനൽമെന്റ് എന്ന് നമ്മൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ നള്ളിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു മാരേജ് വിൽ ബി ഡിക്ലെയർഡ് ആസ് ഇൻവാലിഡ് അല്ലെങ്കിൽ വോയിഡ് എന്നുള്ള രീതിയിൽ ആ ഒരു മാരേജ് ഇൻവാലിഡ് ആണ് അല്ലെങ്കിൽ വോയിഡ് ആണ്, ആസ് ഇഫ് ടു സേ അതൊരിക്കലും സംഭവിച്ചില്ലായിരുന്നു എന്നുള്ള ആ ഒരു രീതിയിൽ. ഫോർ എക്സാമ്പിൾ, മാരേജിന് ശേഷം
മനസ്സിലാകുന്നു അതിലെ ഒരു വ്യക്തി ഓൾറെഡി മാരിഡ് ആയിരുന്നു എന്നുള്ളത്. അപ്പൊ ഇവിടെ അവർ സെപ്പറേഷൻ അല്ലെങ്കിൽ ആ ഡിവോഴ്സിന് പോവുകയല്ല ചെയ്യുന്നത്, പകരം ആ ഒരു നളിറ്റി ഓഫ് മാരേജിലേക്കാണ് പോകുന്നത്. ഇനി ജുഡീഷ്യൽ സെപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു കപ്പിൾ അവര് ലീഗലി മാരിഡ് ആയി തന്നെ നിൽക്കും. ഓക്കെ, അപ്പോ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് അവര് ലീഗലി മാരിഡ് ആയിരിക്കും, പക്ഷെ അവര് ജീവിക്കുന്നത് സെപ്പറേറ്റ് ആയിരിക്കും, അത് കോടതിയുടെ അപ്രൂവലോട് കൂടി. അപ്പൊ ഇവിടെ എന്താ പറയണ്ടേ, അവര് ഡിവോഴ്സ്ഡ് അല്ല, പക്ഷേ ദേ ആർ നോട്ട് ഓബ്ലിഗേറ്റഡ് ടു ലിവ് ടുഗെദർ. അതാണ് അതിന്റെ ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഈ കോൺജുഗൽ റൈറ്റ്സിന്റെ റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കോ, ഫോർ എക്സാമ്പിൾ ഒരു സ്പൗസ് ഒരു വാലിഡ് റീസണും ഇല്ലാതെ എന്താ പറയേണ്ടത്, മറ്റേ സ്പൗസിനെയും ഫാമിലിയെയും ഉപേക്ഷിച്ച് അങ്ങ് പോകുന്നു. അപ്പോ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ കോടതിക്ക് ഒരു ഓർഡർ പാസ്സാക്കാം, asking them to return and continue with the marriage. അതാണ് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്തരം കേസസ് ഒക്കെ മാരേജ് ഡിസ്പ്യൂട്ട്സിന്റെ ഭാഗമായിട്ട് വരും. ഇനി മറ്റൊന്ന് പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട്സ് ആണ്. അപ്പൊ പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ദീസ് ആർ മാറ്റേഴ്സ് റിലേറ്റഡ് ടു പ്രോപ്പർട്ടി ഓൺഡ് ബൈ ദ സ്പൗസ്. ഇവിടെ സ്പൗസ് എന്ന് ഉദ്ദേശിക്കുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ വൈഫ് ആൻഡ് ഹസ്ബൻഡ്. അവര് ഓൺ ചെയ്യുന്ന പ്രോപ്പർട്ടീസിന്റെ എന്താ പറയേണ്ടത് ഓണർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ട്സ് ആണ്. ഇനി മറ്റൊരു കാറ്റഗറി ഓഫ് കേസസ് എന്ന് പറയുന്നത് ചൈൽഡ് കസ്റ്റഡി ആൻഡ് ഗാർഡിയൻഷിപ്പ്. അപ്പൊ ഇതും ഫാമിലി കോർട്ടിൽ തന്നെയാണ് ട്രൈ ഔട്ട് ചെയ്യുന്നത്. പക്ഷെ ചൈൽഡ് കസ്റ്റഡി ആൻഡ് ഗാർഡിയൻഷിപ്പിന്റെ ഡിസ്പ്യൂട്ട്സ് സ്പെസിഫിക്കലി ഗാർഡിയൻസ് ആൻഡ് വാർഡ്സ് ആക്ട് 1890 പ്രകാരമാണ് അതിന്റെ കേസസ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, and another one is the legitimacy of children എന്ന്. അപ്പോ എന്താ പറയേണ്ടത്, ആ കുട്ടികൾ ഇപ്പം ഹസ്ബൻഡ് പറയുന്നു അത് എന്റെ കുട്ടിയല്ല, അല്ലെ വൈഫ് പറയുന്നു അത് ആ ഹസ്ബൻഡിന്റെ കുട്ടിയാണെന്നും ഹസ്ബൻഡ് ബിലീവ്സ് ദാറ്റ് അത് ഹസ്ബൻഡിന്റെ കുട്ടിയല്ല. അതൊക്കെയാണ് എന്താ പറയേണ്ടത് ലെജിറ്റിമസി ഓഫ് ചിൽഡ്രനിൽ വരുന്ന ആ ഒരു കേസസ്. പിന്നെ മെയിൻ്റനൻസ് ക്ലെയിംസ് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം മെയിൻ്റനൻസ് ക്ലെയിംസ് അഗെയിൻ സ്പെസിഫിക്കലി ഹിന്ദു മാരേജ് ലോ അല്ലെങ്കിൽ മുസ്ലിം മാരേജ് ലോ, ഇതെല്ലാം പേഴ്സണൽ ലോസ് ആണ്. അല്ലെങ്കിൽ ക്രിസ്ത്യൻ, അതല്ലെങ്കിൽ പാസി പേഴ്സണൽ ലോസ്, അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ മെയിൻ്റനൻസിന്റെ ക്ലെയിംസ് എങ്ങനെയാണ് വരേണ്ടി എന്നുള്ളത്. പക്ഷെ അത് നടപ്പാക്കാനുള്ള അധികാരം ഈ ഒരു കോടതിക്കുണ്ട് എന്നുള്ളത്. അതേപോലെ സെക്ഷൻ 125 ഓഫ് ദ CRPC അതും അനുസരിച്ചും മെയിൻ്റനൻസ് ക്ലെയിംസ് ഫാമിലി കോർട്ടിൽ വരും. ഓക്കെ, ഇനി ഇത് ഒന്ന് നോക്കിയേ. എക്സ്ക്ലൂഷൻ ഓഫ് അതർ കോർട്സ് ജുറിസ്ഡിക്ഷൻ സെക്ഷൻ 8 സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു ഫാമിലി കോർട്ട് ഒരിക്കൽ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നോ അതർ സിവിൽ ഓർ ഡിസ്ട്രിക്ട് കോർട്ട് ക്യാൻ ഹാൻഡിൽ കേസസ് റിലേറ്റഡ് ടു മാരേജ്, ഡിവോഴ്സ്, ഗാർഡിയൻഷിപ്പ് ഓർ മെയിൻ്റനൻസ്. അപ്പൊ അതാണ് സെക്ഷൻ 8 പ്രകാരം സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. അപ്പം ആ ഒരു ഏരിയയില് ഇപ്പൊ നമുക്കിപ്പോ അറിയാം, ഒരു ജില്ല അടിസ്ഥാനപ്പെടുത്തിയും ഉപജില്ല അടിസ്ഥാനപ്പെടുത്തിയും ഒക്കെ ഫാമിലി കോർട്സ് വരാറുണ്ട്. അപ്പൊ ഫാമിലി കോർട്ട് നിൽക്കുന്ന അതേ സ്ഥലത്ത് തന്നെ അവിടെ സിവിൽ കോർട്ടും ഉണ്ടാകാം, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോർട്സും അവിടെ ഉണ്ടാകാം, അല്ലെങ്കിൽ സബ് കോടതികളൊക്കെ അവിടെ ഉണ്ടാകാം. ആ കോടതികൾക്കൊന്നും ഒരു ഫാമിലി കോർട്ട് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് മാരേജ്, ഡിവോഴ്സ്, ഗാർഡിയൻഷിപ്പ്, മെയിൻ്റനൻസ് റിലേറ്റഡ് കേസസ് ഫാമിലി കോർട്ടിലേക്ക് തന്നെ പോകണം എന്നാണ്. ആൻഡ് മറ്റൊരു സംഗതി ഇവിടെ പെൻഡിങ് കേസസിനെ കുറിച്ച് പറയുന്നത്, ഡിസ്ട്രിക്ട് കോർട്സിലുള്ള എല്ലാ പെൻഡിങ് കേസസും that fall under the jurisdiction of family courts are automatically transferred to the relevant family court. അപ്പം അത് ആ ഒരു സിറ്റുവേഷൻ എപ്പോഴാണ് വരുന്നത്, പുതിയതായിട്ട് അവിടെ ഒരു ഫാമിലി കോർട്ട് വന്നു എന്ന് കണക്കാക്കുക. അപ്പൊ പുതിയതായിട്ട് അവിടെ ഒരു ഫാമിലി കോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഡിസ്ട്രിക്ട് കോർട്ടില് പെൻഡിങ് ആയിട്ടുള്ള ഈ മാരേജ്, ഡിവോഴ്സ്, ഗാർഡിയൻഷിപ്പ്, മെയിൻ്റനൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പെൻഡിങ് കേസസും അങ്ങോട്ട് പോകണം എന്നാണ് അവർ സെക്ഷൻ 8 പ്രകാരം പറയുന്നത്. ഓക്കെ, ഇനി ഫാമിലി കോർട്സിന്റെ ഫംഗ്ഷനിങ് സ്പെസിഫിക് ആയിട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് സെക്ഷൻ 9 പറയുന്ന ഒരു പ്രൈമറി ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇസ് ടു പ്രൊമോട്ട് സെറ്റിൽമെന്റ്. ഇപ്പൊ ഫാമിലി കോർട്സ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഒരു റീകൺസിലിയേഷന് ആദ്യം പ്രാധാന്യം കൊടുക്കണം. ബിഫോർ എന്താ പറയേണ്ടത്, റിസ്റ്റോറിംഗ് ടു ഫോർമൽ ലിറ്റിഗേഷൻ. ആ ഒരു ഫോർമൽ ലിറ്റിഗേഷൻ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അവർക്ക് റീകൺസൈൽ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കണം. അപ്പൊ അതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളത്. ആൻഡ് ഇഫ് പോസിബിൾ
they assist and persuade parties to reach an amicable settlement. അപ്പം അമിക്കബിൾ ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റിൽ അവർ രണ്ടുപേരും എത്താൻ വേണ്ടിയിട്ട് കോടതികൾ അവരെ അസിസ്റ്റ് ചെയ്യും, അവരെ സമ്മതിപ്പിക്കാനായിട്ട്, അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കും. ആൻഡ് അതെങ്ങനെയാണ് ചെയ്യുന്നത്? അത് മീഡിയേഷനിലൂടെയും കൗൺസിലിങ്ങിലൂടെയൊക്കെയാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയാണ് എഗെയിൻ കൗൺസിലേഴ്സിന്റെ ആ ഒരു റോൾ നമുക്ക് വരുന്നത്. Now, the court may adjourn cases to allow parties time to resolve disputes amicably. അപ്പൊ ഈ സ്പൗസസ് തങ്ങളിലുള്ള അവരുടെ ഡിസ്പ്യൂട്ട്സ് അമിക്കബിൾ ആയിട്ട് റിസോൾവ് ചെയ്യുന്നതിന് സമയം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കോടതി കേസ് മാറ്റിവെക്കും എന്നുള്ളതാണ്. ഇനി മറ്റ് സെക്ഷൻ 10 പ്രകാരം ഫോളോ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് ഫാമിലി കോടതി ഫോളോ ചെയ്യുന്നത്? അപ്പോൾ ഒരു സംഗതി ഇവിടെ നോക്കേണ്ടതെന്ന് പറഞ്ഞാല് family courts do not strictly follow the civil procedure code CPC 1908 ആ ഒരു സിവിൽ പ്രൊസീജിയർ കോഡ്. അപ്പൊ നമുക്കറിയാം പലതും അതിനകത്ത് നിന്ന് BNS മാറിയിട്ടുണ്ട്, CPCയും CRPCയും ഒക്കെ. അപ്പൊ ആ പുതിയതായിട്ടും ആ മാറി അതിന്റെ ഇക്വലന്റ് വന്നേക്കുന്ന BNS ഇവിടെ ആപ്ലിക്കബിൾ ആണെന്ന് കണക്കാക്കിക്കൊള്ളുക. അപ്പൊ ഫാമിലി കോർട്സ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ആ ഒരു സിവിൽ പ്രൊസീജിയർ കോഡ് ഫോളോ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. ഓക്കെ, and they have the flexibility to adopt simpler procedures. അതെന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു റീകൺസിലിയേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അവർ ഒന്നിക്കുന്നെങ്കിൽ ഒന്ന് വീണ്ടും ഒന്നിക്കട്ടെ, പ്രശ്നങ്ങൾ അവസാനിക്കട്ടെ എന്നുള്ള ആ ഒരു ഉദ്ദേശത്തില്. അപ്പൊ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ആ CPC ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ റീകൺസിലിയേഷന് അവിടെ സ്കോപ്പ് ഇല്ല. അതുകൊണ്ടാണ് ഫാമിലി കോർട്സിന്റെ പ്രൊസീജിയറിൽ അവർക്ക് ഇതിനുള്ള അധികാരം സ്പെസിഫിക് ആയിട്ട് നൽകിയിട്ടുള്ളത്. ഇനി CRPCയുടെ കാര്യം പറയാണ്. അപ്പം ഞാൻ ഈ CRPC എന്ന് പ്രത്യേകം ഇവിടെ എടുത്തു പറയുന്നത് അങ്ങനെയാണ് നമ്മുടെ എന്താ പറയണ്ട ആക്ടിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇവിടെ മനസ്സിലാക്കിക്കൊള്ളുക, CRPC വന്നിട്ടുള്ള അതായത് BNSലേക്ക് മാറിയിട്ടുള്ളത് എന്തെങ്കിലും ഈ മാറി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ BNS ഇസ് വാട്ട് ഇസ് ആപ്ലിക്കബിൾ ഇവിടെ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോ CRPC 1973 applies for maintenance and child support cases. അപ്പം കുട്ടികളുടെ കാര്യം വളരെ സീരിയസ് ആയിട്ടാണ് കോടതികൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോ കുട്ടിയുടെ മെയിൻ്റനൻസ് അതേപോലെ ചൈൽഡ് സപ്പോർട്ട് കേസസ് വരുമ്പോഴത്തേക്ക് ആ CRPC 1973 അത് ഫോളോ ചെയ്യും എന്നുള്ളതാണ്. ഇനി സെക്ഷൻ 11 കൊടുക്കുന്ന ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത് പ്രൊസീഡിങ്സ് ഇൻ ക്യാമറ എന്നുള്ളത് നമുക്ക് പറയാം. അപ്പൊ ഫാമിലി കോർട്ടിന്റെ പ്രൊസീഡിങ്സ് ക്യാൻ ബി ഹെൽഡ് ഇൻ ക്യാമറ, അതായത് അത് പ്രൈവറ്റ് ആയിട്ട് നടത്താം അത് കോടതിക്ക് ആവശ്യമെന്ന് തോന്നുന്നെങ്കിൽ. അപ്പൊ കോടതിക്ക് അത് ആവശ്യമെന്ന് തോന്നുന്നെങ്കിൽ ഈതർ ഓഫ് ദ പാർട്ടീസിന് അത് ആവശ്യമെന്ന് തോന്നുന്നെങ്കിൽ അവരുടെ വക്കീൽ മുഖാന്തരം അത് കോടതിയെ ധരിപ്പിക്കുക, ആൻഡ് കോടതിക്ക് അങ്ങനെ ചെയ്യാൻ ഒരു തീരുമാനത്തിലേക്ക് എത്താം. അപ്പൊ അതിന് ഈതർ പാർട്ടി ക്യാൻ റിക്വസ്റ്റ് പ്രൈവറ്റ് ഹിയറിംഗ്സ് ടു മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി. ഓക്കെ, ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു എന്താ പറയേണ്ടത് പ്രൈവറ്റ് ഹിയറിംഗ് കണ്ടക്ട് ചെയ്യണം എന്ന് കോടതിയോട് ആവശ്യപ്പെടാം എന്നുള്ളത്. ഇനി അടുത്ത ഒരു ഇത് നോക്കാനുള്ളത് സെക്ഷൻ 12 അസിസ്റ്റൻസ് ഓഫ് മെഡിക്കൽ ആൻഡ് വെൽഫെയർ എക്സ്പെർട്സ്. അപ്പൊ മെഡിക്കൽ ആൻഡ് വെൽഫെയർ എക്സ്പെർട്സിന്റെ ഹെൽപ്പ് ഫാമിലി കോർട്സിന് എടുക്കാം. അതിനുള്ള സാഹചര്യങ്ങളാണ് ഇവിടെ ഈ പറയുന്നത്. അപ്പൊ ഫാമിലി കോർട്സ് ക്യാൻ സീക്ക് എക്സ്പെർട്ട് ഒപ്പീനിയൻസ്. അത് മെഡിക്കൽ പ്രൊഫഷണൽസിൽ നിന്ന് അതിനകത്ത് സൈക്കോളജിസ്റ്റ് വരും, അതും അല്ലെങ്കിൽ ഫാമിലി വെൽഫെയർ പ്രൊഫഷണൽസിനെയും അവിടെ ഉൾപ്പെടുത്താം തീരുമാനങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് കോടതിയെ സഹായിക്കുന്നതിന്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ റൈറ്റ് ടു ലീഗൽ റെപ്രസെന്റേഷൻ. സെക്ഷൻ 13 ആണ് ഇവിടെ ഈ പറയുന്നത്. അപ്പൊ ഫാമിലി കോടതിയില് ഓട്ടോമാറ്റിക് ആയിട്ട് ലോയേഴ്സിന് ഒരു പാർട്ടിക്കും കൊടുക്കില്ല എന്നുള്ളതാണ്. ബട്ട് ദ കോർട്ട് മേ allow a lawyer to represent a party only if it is in the interest of justice. So automatically lawyers ഇവിടെ allowed അല്ല. പക്ഷേ കോടതി ഒരു ലോയറിനെ റിപ്രസെന്റ് ചെയ്യാനായിട്ട് സഹായിക്കും. എപ്പോഴാണ് അത് ഏത് ആസ്പെക്റ്റിൽ നിന്നാണ്? ഓൺലി ഇഫ് ഇറ്റ് ഇസ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ജസ്റ്റിസ് എന്നുള്ളത്, ആ നീതി ഉറപ്പാക്കുന്നതിന്റെ ആ ഒരു ആവശ്യകതയ്ക്ക് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഈ ഒരു പ്രൊവിഷൻ ഫാമിലി കോർട്സില് ഈ ഒരു പ്രൊവിഷൻ ഉള്ളത് കൊണ്ട് ഒരു കാര്യം അവിടെ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും, അവിടെ ഒരു ഫോക്കസ് കൊണ്ടുവരാനായിട്ട് കഴിയും ഓൺ റീകൺസിലിയേഷൻ റാദർ ദാൻ അഡ്വേഴ്സറിയൽ ബാറ്റിൽ എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം.
അഡ്വേഴ്സറിയൽ ലീഗൽ ബാറ്റിൽസ് എന്ന് പറയാം. അപ്പൊ ഇതൊരു അഡ്വേഴ്സറിയൽ ലീഗൽ ബാറ്റിൽ അല്ല ഇവിടെ നടക്കുന്നത്. കോടതിയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് റീകൺസൈൽ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു എവിഡൻസ് ലോയുടെ ആപ്ലിക്കേഷൻ ഇവിടെ സെക്ഷൻ 14 പറയും. അപ്പോൾ സ്പെസിഫിക്കലി പറയുന്നതെന്ന് പറഞ്ഞാൽ ഫാമിലി കോർട്സ് ആർ നോട്ട് ബൗണ്ട് ബൈ സ്ട്രിക്ട് റൂൾസ് ഓഫ് എവിഡൻസ് അണ്ടർ ദ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872. അപ്പൊ അതുകൊണ്ടാണ് ഫാമിലി കോടതിക്ക് തീരുമാനിക്കാം എന്ത് എവിഡൻസ് ആയിട്ട് എടുക്കണം, എന്ത് എവിഡൻസ് ആയിട്ട് എടുക്കണ്ട എന്നൊക്കെയുള്ള കാര്യങ്ങൾ. എന്തെങ്കിലും റെലവെന്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ആകാം, ഡോക്യുമെന്റ് ആകാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് that aids the court in decision making may be accepted as evidence, even if it is not formally admissible under the standard rules. അപ്പോ ഈ എവിഡൻസ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 എന്തൊക്കെയാണ്, ഏതൊക്കെ സാഹചര്യങ്ങളിൽ എന്തൊക്കെയാണ് എവിഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ നിയമം ഫാമിലി കോടതിക്ക് ബാധകമല്ല. ആ ഫാമിലി കോടതിക്ക് ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട ഏത് റിപ്പോർട്ടും ഏത് ഡോക്യുമെന്റും എന്ത് സ്റ്റേറ്റ്മെന്റും ഫാമിലി കോടതിക്ക് വേണമെങ്കിൽ എവിഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ അത് കൺസിഡർ ചെയ്യാതെ ഇരിക്കാം എന്നുള്ളത്. ഓക്കെ, ആൻഡ് അടുത്തത് വി വിൽ ലുക്ക് അറ്റ് വാട്ട് ആർ ദ റോൾസ് ഓഫ് എ പ്രിൻസിപ്പൽ കൗൺസിലർ. പ്രിൻസിപ്പൽ കൗൺസിലേഴ്സിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് ഫാമിലി കോർട്സിന്റെ ആ ഒരു എഫക്റ്റീവ് ഫങ്ഷനിങ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന്, കൗൺസിലിംഗ് കണ്ടക്ട് ചെയ്യുക, മീഡിയേഷൻ സെഷൻസ് കണ്ടക്ട് ചെയ്യുക, ആ ഒരു ഫാമിലി ഡിസ്പ്യൂട്ട്സ് അമിക്കബിളി റിസോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. മറ്റൊന്ന്, ചൈൽഡ് കസ്റ്റഡി ആൻഡ് ഗാർഡിയൻഷിപ്പ് കേസസിൽ അവിടെ അസിസ്റ്റ് ചെയ്യുക. അപ്പൊ എങ്ങനെയാണ് കോടതി അവിടെ അസിസ്റ്റ് ചെയ്യുന്നത്? അവരുടെ ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ വെൽബീയിങ് ആ മൈനേഴ്സിന്റെ സ്പെസിഫിക്കലി അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് ദെൻ പ്രൊവൈഡിങ് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട്സ്. അപ്പൊ ജഡ്ജസിന് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ട്സ് കൊടുക്കുക ഓൺ ദ സൂട്ടബിലിറ്റി ഓഫ് ഗാർഡിയൻസ്, അല്ലെങ്കിൽ ആ ഒരു കസ്റ്റഡി ബാറ്റിൽസിൽ പേരൻസിന്റെ സൂട്ടബിലിറ്റി ആണ്. അപ്പോ ഈ ഗാർഡിയനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾ അല്ലെങ്കിൽ ഗാർഡിയനായിട്ട് ക്ലെയിം ചെയ്യുന്ന വ്യക്തി എല്ലാ തരത്തിലും സൂട്ടബിൾ ആണോ എന്നുള്ള കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട്സ് പ്രിൻസിപ്പൽ കൗൺസിലേഴ്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ആൻഡ് ആ ഒരു ലിറ്റിഗൻസിന് ഗൈഡ് ചെയ്യുക, പ്രൊവൈഡ് ഗൈഡൻസ് ത്രൂ നോൺ അഡ്വേഴ്സറിയൽ റെസൊല്യൂഷൻസ്. അപ്പോ എന്താ പറയേണ്ടത്? അമിക്കബിൾ സെറ്റിൽമെന്റ്സ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലിറ്റിഗൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ബന്ധപ്പെട്ട രണ്ട് പാർട്ടികൾ, ആ പാർട്ടികൾക്ക് അമിക്കബിളി അവരുടെ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുക എന്നുള്ള അതാണ് നോൺ അഡ്വേഴ്സറിയൽ മീൻസ് എന്നുദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് ദ കൗൺസിലേഴ്സ് ഓൾസോ എൻഷ്യൂർ that both the parties understand their rights and their responsibilities under family laws. Okay, and എങ്ങനെയൊക്കെയാണ് ഒരു പ്രിൻസിപ്പൽ കൗൺസിലറിന് കോടതിയുടെ ഡിസിഷൻസിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുക? ഇപ്പം ഗാർഡിയൻഷിപ്പ് കേസസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഫൈനാൻഷ്യൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഒക്കെ അസസ് ചെയ്യുക, മെന്റൽ ഇമോഷണൽ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓഫ് ദ പൊട്ടൻഷ്യൽ ഗാർഡിയൻസ്. അതിനകത്ത് പ്രിൻസിപ്പൽ കൗൺസിലേഴ്സിനോട് ആവശ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കാം. ഇനി ചൈൽഡ് കസ്റ്റഡി കേസസിലാണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ഇവാലുവേറ്റ് ദ പേരന്റ് ചൈൽഡ് റിലേഷൻഷിപ്സ്. ആ കുട്ടിയും ആ ഒരു പേരന്റും ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഏത് രീതിയിൽ വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് പ്രൊപ്പോസ് ചെയ്യാം വാട്ട് വുഡ് ബി ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഇൻ ദ ചൈൽഡ്സ് വെൽഫെയർ. കാരണം ഇവിടെ കുട്ടികളുടെ വെൽഫെയറിനാണ് ഒരു പ്രാധാന്യം അവിടെ കൊടുക്കേണ്ടത്. ഇനി ഡിവോഴ്സ് പ്രൊസീഡിങ്സിന്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൗൺസിലിംഗ് സർവീസസ് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും, ഒരു റീകൺസിലിയേഷൻ ഇവിടെ പോസിബിൾ ആണോ അല്ലയോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി മറ്റ് ഒരു സംഗതി നമ്മൾ അറിയേണ്ടത്, ഇതിന്റെ കൂടെ തന്നെ കുറച്ച് എക്സ്ട്രാ ഇൻഫർമേഷൻ ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുകയായിരുന്നു ഈ ഒരു പ്രിൻസിപ്പൽ കൗൺസിലേഴ്സിന്റെ റോളിനെ ബേസ് ചെയ്തുകൊണ്ട്. ഫാമിലി കോർട്ട് ആക്ട് 1984 നമ്മൾ നോക്കിയാൽ they do not explicitly mention the term principal counselor. അതൊന്ന് മനസ്സിലാക്കുക. ആ ഒരു ആക്ടിൽ പ്രിൻസിപ്പൽ കൗൺസിലർ എന്നുള്ള ഒരു ടേം അവിടെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ കൗൺസിലേഴ്സിന്റെ റോൾ എന്താണെന്നുള്ളത് ഓരോ റെലവെന്റ് സെക്ഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പക്ഷേ ഈ കൗൺസിലേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് അത് സ്റ്റേറ്റ് ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന
ഒരു പ്രൊപ്പോസൽ അല്ലെങ്കിൽ ഈ ഒരു പേരാകാം, അല്ലെങ്കിൽ കോടതി തന്നെ പിന്നീട് തീരുമാനിച്ചെടുത്ത ഒരു പേരാകാം പ്രിൻസിപ്പൽ കൗൺസിലറിന്റെ ആവശ്യമുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് കുറച്ചും കൂടെ കാര്യങ്ങളുണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട്. സോ ഇതിപ്പം ഓൾറെഡി നല്ല ഒരു ഡ്യൂറേഷൻ ആയതുകൊണ്ട് ഐ വിൽ വൈൻഡ് അപ്പ് ദിസ് പാർട്ട് ഓഫ് ദ വീഡിയോ ഹിയർ. ആൻഡ് ഈ ഒരു പേജ് മുതൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ബിഫോർ ഐ വൈൻഡ് അപ്പ് ദ ക്ലാസ് ഐ വുഡ് ഓൾസോ ലൈക്ക് ടു ടെൽ യു, ഇപ്പം നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ഈ പ്രിൻസിപ്പൽ കൗൺസിലറിന്റെ ഫുൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ നമുക്ക് ഒരു വാട്സാപ്പ് സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്. ആ ഒരു സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് ഉള്ള ലിങ്കും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഓൾഡ് ബാച്ച് ജോയിൻ ചെയ്യുന്നവർക്ക് കംപ്ലീറ്റ് വീഡിയോസും അതിന്റെ സിലബസ് പ്രകാരമുള്ള എല്ലാ ടോപ്പിക്സിനുള്ള നോട്ട്സും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. ആൻഡ് എന്താ പറയേണ്ടത്, ആ ഒരു ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അതിനുള്ള നമ്പർ ഒരു നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഇനി ഒരു നമ്പറും കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. So thank you very much for watching this video and you have a great day ahead. Wish you all the best.